ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, ട്യൂഷന് പോകുമ്പോൾ, പിന്നെ ലീവുള്ള ദിവസം എവിടെയെങ്കിലൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ കുറേ തവണ റോട്ടിലൊക്കെ വെച്ച് അവനെ കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്നതും കാത്ത് വഴിയിലിങ്ങനെ കാത്ത് നിൽക്കും. ആ സമയത്ത് അതൊക്കെ തന്നെ കാണാൻ എന്തൊരു രസമാണ്. എന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലേ? ഞാനും കണ്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ചല്ലേ സ്കൂളിൽ പോയത്. ആ പയ്യൻ നിങ്ങളുടെ പുറകെയല്ലല്ലോ നടന്നത്, എന്റെ പുറകെയല്ലേ. ചുമ്മാ ഫ്ലോ കളയല്ലേ പിള്ളേരെ. ചേച്ചി പറ. അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം പയ്യെ ഞാനും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസേ ഓണത്തിനാന്ന് തോന്നണു, ഞാൻ രാവിലെ കുളിച്ച് നല്ല പട്ടോടയും ബ്ലൗസൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോവായിരുന്നേ. സ്കൂളിലേക്ക് പോകുന്ന വഴിയില് എന്താ ഫ്ലോയിൽ പറഞ്ഞോണ്ടിരിക്കല്ലേ? ഞാൻ പോലും കേൾക്കാത്ത കഥയാണ്. പോകുന്ന വഴിയിലേ ദേ നിക്കുന്നു നമ്മുടെ കഥാനായകൻ. ഉള്ളത് പറയാലോ, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടപടാന്നും പറഞ്ഞ് ഇടിക്കുവായിരുന്നു. കേട്ടാ, നെഞ്ചൊക്കെ പടപടാന്നിരിക്കുവായിരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞ ആ പയ്യന് ധൈര്യം ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. ചേച്ചി എന്തിനാണ് അവന്റെ ധൈര്യമൊക്കെ നോക്കാൻ പോയത്? ശിവ, ഈ ആമ്പിള്ളേർക്ക് ധൈര്യം ഉണ്ടെങ്കിലേ അവര് പെട്ടെന്ന് വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടം പറയുമല്ലോ. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോയി പറയണ്ട, ഒരു മറുപടി മാത്രം കൊടുത്താൽ മതി. അതെ. എന്നിട്ടെന്താ? എന്നിട്ട് പറഞ്ഞ ധൈര്യം സംഭരിച്ച് ഒന്ന് പറഞ്ഞ. എവിടെ? ഓണത്തിന് പറഞ്ഞില്ല, ക്രിസ്മസിനും പറഞ്ഞില്ല, ന്യൂ ഇയറിനും പറഞ്ഞില്ല. പാവല്ലേ ചേച്ചി, എല്ലാ തവണയും ഒരുങ്ങിക്കെട്ടി പോയത് വെറുതെ ആയി പോയല്ലേ. അടുത്ത വിഷുവിന് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും സ്കൂള് പൂട്ടിയല്ലോ. പിന്നെ ആ ചെറുക്കന്റെ വഴിക്കും പോയി, ഞാൻ എന്റെ വഴിക്കും പോയി. അവനെന്താണല്ലോ അവന്റെ വഴിക്ക് പോയല്ലോ, പിന്നെ വന്നില്ലല്ലോ അല്ലേ? പക്ഷെ സത്യം പറഞ്ഞത് എനിക്ക് ഒരു തവണയും കൂടെ ആ പയ്യനെ കണ്ടാ കൊള്ളാവുന്നുണ്ട്. എന്തിനാ ചേച്ചി? എന്നുവെച്ചാ ഞാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ ആ സമയത്തേ നമ്മള് പിള്ളേരായിരുന്നല്ലോ. ആ സമയത്ത് പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്യുവറാണ്, ഉള്ളില് കള്ളമൊന്നുമില്ല. വളർന്നു കഴിയുമ്പോ കള്ളത്തിന് ഇഷ്ടം പോലെ വരും, ചെറുതായിരിക്കുമ്പോ കള്ളം കാണൂല എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രേമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ആകെ ഒഴിഞ്ഞ് നമ്മളങ്ങ് സ്നേഹിക്കണം. കിട്ടിയാ മതിയായിരുന്നു എനിക്കൊക്കെ ഒരെണ്ണം. തപ്പാൻ കേട്ടോ. എന്തോന്നു പ്രേമേ ചേച്ചി കണ്ടുപിടിച്ചു തരും. അളിയെ കണ്ടുപിടിച്ചു തരുമെന്ന്. ആരെ? പൊടിമീശക്കാരനെ ചേച്ചിയുടെ. ചേച്ചി പുള്ളിക്ക് പൊടിമീശ ഉണ്ടായിരുന്നോ? പൊടിമീശ എനിക്ക് ഓർമ്മയില്ല. എന്തിനാണെന്ന് ഇത് വീണ്ടും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? അളിയന് പൊസസീവ്നെസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ചേച്ചി കഥയൊക്കെ വിട്ടിരുന്ന് പറഞ്ഞോണ്ടിരിക്കണേ. അതില്ല. എന്നാ കൊള്ളാം. ചേച്ചി ശരിക്കും ആ പുള്ളിക്ക് പൊടിമീശ ഉണ്ടായിരുന്നു? പൊടിമീശ അല്ലേ? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അവളുടെ കരിനീല കണ്ണ്. അളിയ ഉള്ളത് പറയാലോ, അളിയൻ എവിടെന്നെങ്കിലും ആ പണ്ടത്തെ കാമുകനെ ചേച്ചിക്ക് ഒന്നും തപ്പി കണ്ടുപിടിച്ച് കൊടുക്കണം കേട്ടോ. ചേച്ചിക്ക് ഒരു നോക്ക് കാണാനായിട്ട് പ്ലീസ്. അതെ, ആ പാവം കുഞ്ഞു മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അളിയന് പൊസസീവ്നെസ് ഇല്ലാത്തോണ്ട് ഇതൊക്കെ പറ്റും. ചേച്ചിയുടെ ഒരു ഭാഗ്യം. ഇത്രയും ചേച്ചി പറഞ്ഞിട്ട് അളിയന്റെ മുഖത്തിന് മാറ്റം വന്നിട്ടില്ല.